ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇന്നലെ ബുധനാഴ്ച ഞാൻ ഒരു വാർത്ത കേട്ടു. അർച്ചന എന്ന് പറയുന്നൊരു പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒത്തിരി വിഷമായി. എന്തിനാണ് ആ പെൺകുട്ടി ഇത് ചെയ്തതെന്നാണ് ഞാൻ ചിന്തിച്ചത്. ആ കുട്ടി ചെയ്തതെന്ന് വെച്ചാൽ ഒരു പയ്യനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. ഷാരോൺ എന്ന് പറയുന്ന ഒരു പയ്യനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ അവൻ കൊള്ളില്ല, അവൻ കഞ്ചാവും മയക്കുമരുന്നിനൊക്കെ ജയിലിൽ കിടന്നവനാണ്, അവൻ എല്ലാവരുടെ അടിയും പ്രശ്നവുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ പ്രേമം കൂടുമ്പം ഈ കുട്ടികൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അച്ഛനും അമ്മയുടെയും വാക്കൊന്നും അവർ അനുസരിക്കത്തേയില്ല. പിന്നെ അവൻ പറയുമോ അങ്ങനെയൊന്നുമില്ല, മറ്റതാണ്, ഇതൊക്കെ വിറ്റ പൈസയ്ക്ക് വലിയ വണ്ടിയും കാറിലും ഒക്കെ കറങ്ങുമ്പോൾ ഇവളുമാർക്ക് തോന്നും, ഈ പെൺകുട്ടിയൊക്കെ തോന്നും ഇവൻ ഏതോ വലിയ വീട്ടിൽ അവനാണ്, നല്ല ഉദ്യോഗമൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടികൾ നിന്ന് ഇവന്മാരുടെ വലയിൽ വീഴുന്നത്. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവൻ്റെയൊക്കെ സ്വഭാവം അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിയുമ്പം അച്ഛനും അമ്മയും പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഇനി അവരുടെ അടുത്ത് എങ്ങനെ ചെല്ലും എന്നുള്ളൊരു ചിന്ത, ഇവൻ്റെ ഭീഷണി, നീ പോയാൽ നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പേടിച്ചു. നിൻ്റെ അച്ഛനെ അങ്ങനെ ചെയ്യും, നിൻ്റെ അമ്മയെ അങ്ങനെ ചെയ്യും, ചേട്ടനെ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടികൾ പേടിച്ചു. ഇവന്മാരടിച്ചാലും കൊന്നാലും ഇവന്മാരുടെ അടുത്ത് തന്നെ കിടക്കും. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് 7 മാസമായേ ഉള്ളൂ. നല്ല ആൺകുട്ടികൾക്ക് പെൺകുട്ടികളില്ല. ഒന്നാലും ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ആൺകുട്ടികളുണ്ട്, ജോലി ചെയ്ത് നല്ലതുപോലെ ജീവിക്കുന്ന, വകയുണ്ട്, മുതലുണ്ട്, ഗൾഫിലാണ്, നല്ല സ്വഭാവം. എന്നിട്ട് അവർക്കൊരു പെണ്ണ് ചെന്ന് ചോദിച്ചാൽ പെണ്ണില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പഠിക്കണമെന്ന് പറയും, എന്നിട്ട് അവരുടെ പ്രായക്കാരോട് അവർ പോവുകയാണ്, അവർക്ക് ഇഷ്ടമുള്ള പയ്യന്മാരോടെ പോവുകയാണ്. നല്ലതുപോലെ നടക്കുന്നത്, ജോലി ചെയ്ത് കൊടുക്കുന്ന ആൺപിള്ളേർക്ക് പെൺപിള്ളേരില്ല. സത്യമാണുള്ള കാര്യം ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന ഒത്തിരി ആൺകൊച്ചുങ്ങൾ, പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പെൺപിള്ളേർക്ക് വേണ്ട, ഇച്ചിരി പ്രായം കൂടിപ്പോയി, ഒരു 5 വയസ്സ് കൂടിയാലും അതും കുറ്റ. അവർക്കിപ്പോൾ അവരോരോ പ്രായക്കാരെ വേണം. എന്നിട്ട് കല്യാണം കഴിച്ചാൽ നിങ്ങൾ ജീവിക്കൂ ഇല്ല, അടിയും ബഹളവും. ഒരു കൊച്ചാകുമ്പോഴത്തേക്ക് ആകെ പ്രശ്നമാണ്. പിന്നെ ബന്ധമൊഴിയൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ കയറി ആത്മഹത്യ ചെയ്യുക. ഇതൊക്കെയാണ് എന്തെല്ലാം വാർത്തകൾ ടി വിയിൽ വരുന്നു. എന്നാലും ഇവർ മനസ്സിലാക്കില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെന്ന് വെച്ചാൽ കുറച്ച് മുടിയൊക്കെ ചെമ്പിച്ചിട്ട് കളറും അടിച്ചിട്ട് കമ്മലും ഇട്ട് ഒരു ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറേ ആമ്പിള്ളരെയാണ് ഇഷ്ടം. അവന്മാർക്ക് ജോലി ഉണ്ടോയെന്നോ അവന്മാർ എന്തൊരു ജോലി ചെയ്യുന്നോ ഒന്നും ഇവളുമാർ തിരക്കത്തില്ല. അവന്മാർ 2 പ്രാവശ്യം പിറക്കം അടക്കുമ്പോൾ അവന്മാർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവളുമാരും ഇഷ്ടം പറഞ്ഞ് അവന്മാരെ പിറക്കം അടക്കും. വീട്ടിൽ അച്ഛനും അമ്മയും പറയും, മോളെ അത് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ കേൾക്കില്ല, അത് അവരെ ഇഷ്ടമാണ്, ഞങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയും. ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് ഇവർ അടിയും പിടിയും. ഈ പ്രേമിച്ച് നടന്ന സമയത്തെ സ്നേഹമല്ല ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവന്മാരാണെങ്കിൽ ഒന്നാമത് തല്ലിപ്പൊളി, അവന്മാരെ ഇഷ്ടമല്ല, അവന്മാർ അതിൻ്റെ അപ്പുറം കാണിക്കും. അതുവരെ മോളെ കുഞ്ഞേ എന്നൊക്കെ വിളിക്കും. അവൻ്റെയൊക്കെ കാര്യം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്മാർ കറിവേപ്പില പോലെ എടുത്തു കളയും. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഇങ്ങനെ പോകുന്നത്.